എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഫോക്കസ് ഇൻസൈറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കഫിയ ധരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മധുര സമ്മേളനത്തിൽ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തു. ആ കഫിയ ധരിക്കലിൻ്റെ പിന്നിലെ ചേതോവികാരവും അതിൻ്റെ പ്രസക്തിയും എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മളോടൊപ്പം പങ്കുചേരുന്നത് കൊല്ലം ബാറിലെ പ്രഗത്ഭനും പ്രശസ്തനുമായ അഭിഭാഷകൻ KS രാജീവാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുൻകാല പ്രവർത്തകനും നേതാവുമായിരുന്നു. അദ്ദേഹം ഒരു ചരിത്ര ഗവേഷകനും ഗ്രന്ഥകാരനും കൂടിയാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെ അവസ്ഥ. പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി സമ്മേളനത്തിൻ്റെ അവസാന ദിവസം നേതാക്കന്മാരും പ്രതിനിധികളുമെല്ലാം കഫിയ എന്ന ഒരു മേൽവസ്ത്രം അണിഞ്ഞു. അത് പലസ്തീൻകാരുടെ മേൽവസ്ത്രമാണെന്ന് കരുതിയാണ് അവരങ്ങനെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മതചിഹ്നമാണ്, മതമുദ്രയാണ്, ഇസ്ലാമികമായ ഒരു മതമുദ്ര. ആ മതമുദ്ര അണിഞ്ഞ ആളുകളെ കണ്ടപ്പോൾ ട്രോളന്മാരുടെ ഒരു വലിയ വരവ് വന്നു. ഇനി ഒരു തൊപ്പിയും നെറ്റിയിലൊരു നിസ്കാരക്കിണയും കൂടി ഉണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുസ്ലിം പ്രീണനം നിരന്തരമായി, പരസ്യമായും രഹസ്യമായും നിരന്തരമായ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരുന്ന CPM ഈ കഫിയ ധരിച്ചതോടുകൂടി പൂർണ്ണമായും ഈ പാർട്ടി നേതാക്കന്മാരും അണികളും എല്ലാവരും മുസ്ലിങ്ങളായ ഒരു പ്രതീതിയാണ് കഫിയ അണിഞ്ഞതിലൂടെ നമ്മൾ പ്രകടമായി കണ്ടത്. എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഈ കഫിയ എന്ന സമ്പ്രദായം നിലവിലുണ്ടോ? കഫിയ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലുമുണ്ട്. അതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ കഫിയ എന്ന് പറയുന്നത് വെളുത്ത തുണിയിലെ ഒരു ശിരോവസ്ത്രമാണ്. അതേസമയം പലസ്തീനിൽ അത് ചെക്ക് നിറത്തിലുള്ള വെള്ളത്തുണിയാണ്, ചെക്ക് ഡിസൈനുള്ള വെള്ളത്തുണിയാണ്. കേരളത്തിലെ മതപ്രഭാഷകരും അതുപോലെ തന്നെ ഇസ്ലാമിക വേഷം ധരിച്ച് നടക്കുന്നവരും ഇതേ കഫിയ തന്നെ അണിയുന്നുണ്ട്. പക്ഷേ അത് ഈ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് മുന്നോട്ട് പിടിച്ചിട്ടിരിക്കുന്ന ഒരു വെള്ളത്തുണിയാണ്. അപ്പോൾ കഫിയ ഇസ്ലാമിക ലോകത്തെ ഒരു മതചിഹ്നമാണ്, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. CPM-ൻ്റെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തത് അറിഞ്ഞുകൊണ്ടാണോ ഈ വിഡ്ഢിത്തം ചെയ്തത്, അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ എന്ന് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് ഇസ്ലാമിൻ്റെ ഒരു മതചിഹ്നം വാങ്ങി അണിഞ്ഞതിലൂടെ CPM നേതാക്കന്മാർ ശരിക്കും പരിഹാസ്യരായിരിക്കുന്നു എന്നാണ് എൻ്റെ പക്ഷം. ഹമാസ് ഇസ്രയേൽ കയറി അങ്ങോട്ടടിക്കുകയും കുറേ ആൾക്കാരെ ബന്ദികളാക്കുകയും കുറേ ഇസ്രയേലികളെ കൊല്ലുകയും ചെയ്തു. അതിൻ്റെ പ്രത്യാക്രമണം വളരെ ഗുരുതരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് പാലസ്തീൻകാർ പോലും ഹമാസിനെ തള്ളിപ്പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രകടനത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, പ്രസക്തിയുണ്ടോ? പലസ്തീൻ ജനത തകർന്നു തരിപ്പണമായ പലസ്തീനിലൊരു വലിയ പ്രകടനം നടത്തി. ഹമാസ് പുറത്തു പോകണമെന്നാണ് അവരുന്നയിച്ച ആവശ്യം. അവരിപ്പോൾ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. അതിനർത്ഥം അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഹമാസാണ് അവരുടെ ജീവിതത്തെ ഈ പ്രതിസന്ധികളാക്കിയത്. ഹമാസാണ് ശരിക്കുള്ള തീവ്രവാദികൾ. ഹമാസാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ദുരന്തത്തിൻ്റെ കാരണക്കാർ ഹമാസാണെന്ന് പലസ്തീൻ ജനത കണ്ടെത്തിയത് കൊണ്ടാണ് ഹമാസിനെതിരെ പലസ്തീനികൾ പ്രകടനം നടത്തിയത്. അത് ഒരിക്കലും സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഈ സമ്മേളനത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച, ഹമാസിൻ്റെ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച, ഹമാസിൻ്റേതാണെന്ന് കരുതിയ ഒരു ഇസ്ലാമിക ചിഹ്നം സ്വയം എടുത്തു ധരിച്ച അപഹാസ്യരായ ഇവർ ഈ പലസ്തീൻ ജനതയോട് കൂറ് പ്രഖ്യാപിക്കാനാണെങ്കിൽ അത് തെറ്റിപ്പോയി. ഒരു തരത്തിലും പലസ്തീനികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ഹമാസിനെ പിന്തുണയ്ക്കുക വഴി പലസ്തീൻ താൽപ്പര്യത്തിനെതിരായ ഒരു നിലപാടെടുക്കുകയാണ് സത്യത്തിൽ CPM-ൻ്റെ ഈ സമ്മേളനം ചെയ്തത്.
ഈ കഫിയ അണിഞ്ഞത് വഴി CPM ചെയ്തത്. അങ്ങനെ ചെയ്യുക വഴി ഒരു ഇസ്ലാമിക ചിഹ്നം ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ ചിഹ്നമായി തെറ്റിദ്ധരിച്ച് അവർ നടത്തിയിട്ടുള്ള ഈ മതചിഹ്നം എടുത്തണിയുക എന്നത് അവരെ കൂടുതൽ പരിഹാസ്യരാക്കി തീർക്കുകയാണ്. ഒരു 4 വോട്ടിന് വേണ്ടി നിലപാട് തിരുത്തുകയില്ലെന്ന് പ്രഖ്യാപിച്ച CPM ഇന്ന് എത്തി നിൽക്കുന്ന ഗതികേടിൻ്റെ പാരമ്യത്തെയാണ് അത് കാണിച്ചു തരുന്നത്. അല്ല, ഈ പാലസ്തീനികൾക്ക് കൂടി വേണ്ടിയല്ലയോ ഹമാസ് ഈ യുദ്ധമൊക്കെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാലസ്തീനികൾ ഇപ്പോൾ ഹമാസിനെതിരായി? പലസ്തീന് വേണ്ടിയാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയുന്നത് നരേഷൻ മാത്രമാണ്. പലസ്തീൻ ജനതയെ ബന്ദികളാക്കി വെച്ച്, അവരെ മനുഷ്യ കവചമാക്കി വെച്ച്, ഹ്യൂമൻ ഷീൽഡാക്കി വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു അന്തർദേശീയ സംവിധാനമാണ് ഹമാസ്. കഴിഞ്ഞ പല വർഷങ്ങളിലും ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ കണ്ടൊരു പ്രത്യേകത, അതെപ്പോഴും റംസാൻ മാസത്തിൽ നടത്തിയ ഒരു ആക്രമണമാണ്. ഈ റംസാൻ മാസത്തിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഹമാസ് അങ്ങോട്ട് കയറി ആക്രമിച്ചതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ദുരന്തങ്ങൾ, ബോംബേറ്, മനുഷ്യ ജീവനഷ്ടം, സ്വത്ത് നഷ്ടം, ജീവിത സാഹചര്യങ്ങളുടെ സമ്പൂർണമായ തകർച്ച, ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് പലസ്തീനികളാണ്. അവരെ മനുഷ്യ കവചമായി വെച്ചുകൊണ്ടാണ് ഹമാസ് എപ്പോഴും വിലപേശുന്നത്. തങ്ങളെ മനുഷ്യ കവചങ്ങളാക്കി വയ്ക്കുന്നതിനെതിരായിട്ടാണ് തങ്ങളുടെ ജീവിത ദുരന്തങ്ങൾക്ക് കാരണക്കാരായവരെന്ന നിലയ്ക്ക് ഹമാസ് പുറത്തു പോകണം എന്ന് അവരാവശ്യപ്പെടുന്നത്. ആ ഹമാസിനെയും അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തെയും പിന്തുണയ്ക്കുക വഴി ഈ CPM എന്ന് പറയുന്ന ഒരു സംഘടന എത്തിച്ചേർന്നിരിക്കുന്ന ഗതികേട് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവും.